ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കരിമീൻ പാലുകറിയാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കറിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കരിമീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിന്ന് ഇവിടെ നല്ല നാടൻ കരിമീൻ കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല നെയ്യുള്ള കരിമീനാണ്. ഇത് 2 കിലോളം വരും. നല്ല വലിയ കരിമീനാണ്. അപ്പോൾ നമുക്കിനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉള്ളി ഒരു 10 എണ്ണം, ഇഞ്ചി ആവശ്യത്തിന്, വെളുത്തുള്ളി ഒരു 8 എണ്ണം, പച്ചമുളക് 6 എണ്ണം, കുറച്ച് കറിവേപ്പില, അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 തേങ്ങയാണ്. അതിൻ്റെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ നോക്കാം. മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഇത്രയാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ. പുളിക്ക് വേണ്ടി ഞാൻ ഈ കറിയിൽ ചേർക്കുന്നത് വിനാഗിരിയാണ്. അപ്പോൾ നമുക്കൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നല്ലതുപോലെ മൂപ്പിക്കുക. ഉള്ളി മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർക്കാം. ഇതൊന്ന് നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇടംപാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ 3-ാം പാൽ കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കണം. കരിമീൻ വേവ് കുറവാണ്. അപ്പോൾ ഒന്ന് ചെറിയതായിട്ട് പറ്റുന്നവരെ ഒന്ന് തിളച്ചോട്ടെ. ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. തിളച്ച് കഴിയുമ്പോൾ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാൻ വെക്കാം. കരിമീനിന് വേവ് കുറവായതുകൊണ്ട് അധികം നേരം വേവിച്ച് കളയരുത്. സാധാരണ ഒരു 5-10 മിനിറ്റ് മതി കരിമീൻ വേകാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പകുതി സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും വെച്ചിട്ടുണ്ട്. മീനൊന്നും നല്ലതുപോലെ തിളച്ച് പറ്റിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തലപ്പാൽ ഒഴിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കാം.
ഇടംപാലിൽ വേവിച്ചിട്ട് തലപ്പാൽ ഒഴിച്ചിറക്കണേണ്. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിള വരാൻ പാടില്ല. ചെറിയൊരു നൊര വരുമ്പോഴേക്കും തീ ഓഫ് ചെയ്ത് വയ്ക്കാം. പച്ച വെളിച്ചെണ്ണ മീൻകറിയിൽ ഒഴിച്ചിറക്കിയാൽ വളരെ നല്ലൊരു സ്വാദ് നമുക്കതിന് കിട്ടും. ഇപ്പോൾ നമ്മുടെ കരിമീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കരിമീൻ പാലുകറിയാണിത്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കരിമീൻ പാലുകറിയാണിത്. സംഭവം പാലുകറിയാണെങ്കിലും നമ്മൾ സാധാരണ പുളിയിട്ട് വെക്കുന്ന അതേ ഒരു ടേസ്റ്റ് കൂടി ഈ കറിക്ക് ലഭിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിൽ കരിമീൻ ഒന്ന് പാലുകറി വെച്ച് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു സ്വാദിഷ്ടമായ വിഭവമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.